ഒരു സ്രാവ് കറി ആയാലോ? കോഴിക്കോട് സ്റ്റൈലിൽ ഒരു തേങ്ങ അരച്ചിട്ടുള്ള സ്രാവ് കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമാണെങ്കിൽ കുടംപുളി ഇട്ട് കൊടുത്താലും മതി. 2 പച്ചമുളക് ചീന്തിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി 2 തക്കാളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. തക്കാളി 4 മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ പാടെ നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊന്ന് നല്ലപോലെ തിള വരുമ്പോഴേക്കും നമുക്ക് ഇതാ സ്രാവ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഈ ഒരു കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ ഒരു സ്രാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്രാവ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ആ കറിയിൽ മുങ്ങുന്ന വിധം നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ നമ്മൾ കറി നമുക്ക് ഇപ്പോൾ ഇത്രയും മതിയാവും. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ തേങ്ങയൊക്കെ ഒഴിക്കും. അപ്പോൾ കറി കുറച്ചുകൂടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മുങ്ങിക്കിടക്കുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ അരയ്ക്കണം. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകവും ചെറിയ ഉള്ളി, അതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്നിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് ചേർക്കുന്നവർക്ക് പച്ചമുളക് ചേർത്താലും മതി. ഞാൻ കുറച്ച് കളറും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ സ്രാവൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം വേണ്ട സ്രാവിന് വേവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു വെന്ത കറിയിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇപ്പോൾ കറി കുറച്ച് നമുക്ക് കൂടുതലായിട്ടുണ്ടാവും. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് തിള വരണം. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ സ്രാവ് നല്ലോണം വെന്ത് ഉടയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച് മറിഞ്ഞപ്പോഴേക്കും നമ്മളെ കറിയുടെ ഒരു കളറൊക്കെ മാറി നല്ലൊരു മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തീ ഓഫാക്കുക. ഇനി നമുക്ക് വറവിടണം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാന് വെച്ചിട്ട് ചൂടാക്കണം. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് ഒന്ന് മൂപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇങ്ങനൊരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇങ്ങനെ മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള ആ ഒരു മീൻകറി ആയിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഇതത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു സ്രാവ് കറി നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ ഈ ഒരു സ്രാവ് കറി ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള ഈ ഒരു സ്രാവ് കറി. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളിയാണ്. ചോറിനൊക്കെ ഇനി ഒന്നും നമുക്ക് കൂട്ടാനില്ലെങ്കിൽ ഈ ഒരു സ്രാവ് കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുടംപുളി ഇട്ട് വെക്കുമ്പോഴുള്ള ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും കുടംപുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ സാധാ വാളംപുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.